നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. 1992 ബാബരി മസ്ജിദ് പൊളിക്കുകയും പിന്നീട് ആ ഭൂമിയിൽ മുൻപ് ക്ഷേത്രമായിരുന്നു ഉണ്ടായിരുന്നെന്ന വാദം കർസേവകരുടെ ഭാഗത്തു നിന്നും ഉയർന്നു. വർഷങ്ങൾ നീണ്ട തർക്കത്തിനൊടുവിൽ അവിടെ രാമക്ഷേത്രം പണിയുവാൻ കോടതി വിധി പുറപ്പെടുവിച്ചു. സമാനമായ രീതിയിൽ അയോധ്യയിൽ പള്ളി പണിയാൻ സ്ഥലം വിട്ടുകൊടുക്കാനും കോടതി നിർദ്ദേശിച്ചു. BJPയുടെ ലക്ഷ്യമൊടുവിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അവർ സാക്ഷാത്കരിച്ചു. 2014 അധികാരത്തിലേറുമ്പോൾ രാമക്ഷേത്രം പണിയുമെന്ന് വാഗ്ദാനം കൊടുത്ത അതേ സർക്കാർ 2024 തെരഞ്ഞെടുപ്പിൽ അത് പ്രാവർത്തികമാക്കിയതിലൂടെ രാഷ്ട്രീയ ലക്ഷ്യത്തിനൊപ്പം എക്കാലവും BJP വിഭാവനം ചെയ്ത ഹിന്ദുരാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയും ചെയ്യാനുള്ള തത്രപ്പാടിലാണ്. രാമക്ഷേത്രവും അതിനോടനുബന്ധിച്ച വാർത്തകളും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് മറ്റൊരു പള്ളിയുടെ കാര്യത്തിലും ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഗ്യാൻവാപ്പിയും മധുരയിലെ ഷാഹി ഈദ്ഗാഹും ഒക്കെ നേരത്തെ അവർ ലക്ഷ്യം വെച്ചിരുന്ന മസ്ജിദുകളാണ്. മസ്ജിദുമായി തുടർന്ന് വിവാദങ്ങൾ ആരംഭിച്ചിട്ട് കാലങ്ങൾ ഏറെയായെങ്കിലും ഇപ്പോഴിതാ അതിനൊരു പൂർണ്ണരൂപം വന്നിരിക്കുകയാണ് ASI റിപ്പോർട്ടിലൂടെ. അത് മറ്റൊന്നുമല്ല, കാശി വിശ്വനാഥ ക്ഷേത്രം ഗ്യാൻവാപ്പി മസ്ജിദ് തർക്കത്തിൽ നിർണായക കണ്ടെത്തലുകളുമായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പുറത്തു എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ വാരണാസിയിലെ ഗ്യാൻവാപ്പി മസ്ജിദിന്റെ സ്ഥലത്ത് നേരത്തെ ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന് ASI റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഗ്യാൻവാപ്പി കേസിലെ ഹിന്ദു വിഭാഗത്തിന്റെ അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിനാണ് ASI റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നിലവിലുള്ള കെട്ടിടത്തിന് മുൻപ് അവിടെ വലിയൊരു ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നതായി ASI റിപ്പോർട്ട് പ്രകാരം പറയാനാകും. അത് ASIയുടെ നിർണായക കണ്ടെത്തലാണ്. ഗ്യാൻവാപ്പി പള്ളിയുടെ പടിഞ്ഞാറൻ മതിൽ ഹിന്ദു ക്ഷേത്രത്തിൻ്റെതാണെന്നും റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് വിഷ്ണു ശങ്കർ ജെയിൻ വ്യക്തമാക്കി. ദേവനാഗിരി, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലെ 32 ഹിന്ദു ലിഖിതങ്ങളും പള്ളിയിൽ കണ്ടെത്തിയതായി വിഷ്ണു ശങ്കർ പറയുന്നു. ക്ഷേത്രത്തൂണുകളിലെ ചിഹ്നങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും നടന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 8 തവണയായിരുന്നു ഗ്യാൻവാപ്പിയുടെ സർവേ മാറ്റിവെച്ചത്. കഴിഞ്ഞ വർഷം ജൂലൈ 21 ജില്ലാ കോടതി പാസാക്കിയ ഉത്തരവിനെ തുടർന്നാണ് ഹിന്ദു ക്ഷേത്രത്തിന് മുകളിലാണോ പള്ളി പണിഞ്ഞതെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ASI ഗ്യാൻവാപ്പി പരിസരത്ത് ശാസ്ത്രീയ പരിശോധന നടത്തിയത്. 17-ാം നൂറ്റാണ്ടിൽ ക്ഷേത്രത്തിന് മുകളിലായിരുന്നു പള്ളി പണിതതെന്ന ഹിന്ദു വിഭാഗത്തിന്റെ ഹർജിയിലായിരുന്നു കോടതിയുടെ ഉത്തരവ്. ഡിസംബർ 18 സീൽ വെച്ച കവറിൽ ASI റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. 8 തവണ മാറ്റിവെച്ചതിനെ തുടർന്നായിരുന്നു അന്ന് ASI റിപ്പോർട്ട് സമർപ്പിച്ചത്. എന്തായാലും ഇപ്പോഴുള്ള ASI റിപ്പോർട്ട് പള്ളിക്ക് താഴെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന വാദം സത്യമാണ് എന്ന് തെളിയിക്കുന്നതാണ്. ഇതിന്റെ പേരിൽ മറ്റൊരു കലാപം ഉണ്ടാകുമോ എന്നത് കണ്ടറിയാം. ബാബരി മസ്ജിദ് പൊളിക്കാൻ ഒരു സംഘം കർസേവകർ ഇറങ്ങി പുറപ്പെട്ടതുപോലെ ഗ്യാൻവാപ്പിയും പൊളിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ മറ്റൊരു വർഗീയ കലാപത്തിനു കൂടി നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. BJP വിഭാവനം ചെയ്ത ഹിന്ദു രാഷ്ട്രത്തിലേക്ക് നമ്മുടെ രാജ്യം കടക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം നമുക്കറിയാം ബാബരി മസ്ജിദ് കേസിൽ ASI റിപ്പോർട്ടിൽ സംഭവിച്ചത് എന്തൊക്കെയാണെന്ന്. ചരിത്രം വീണ്ടും മാറ്റിക്കുറിക്കുകയാണ് ഗ്യാൻവാപ്പിയിലൂടെയും. ഇനിയും എത്രയെത്ര മസ്ജിദുകൾക്ക് താഴെ ക്ഷേത്രമുണ്ടെന്ന് ASI റിപ്പോർട്ട് വരുമെന്നത് സമീപകാലങ്ങളിൽ നിന്ന് മനസ്സിലാകും എന്നതാണ് യാഥാർത്ഥ്യം.